നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിൻ്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പം നബി ദുആ ചെയ്തു, അപ്പം മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള